ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ചെയ്യാൻ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റൈഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചല്ല ഒരു 1.5 മാസമായി റൈഡൊക്കെ പോയിട്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ടയറൊക്കെ മാറ്റി ബാക്കിൽ റേസിൻ്റെ ടയറൊക്കെ ഇട്ട് ഓഫ് റോഡൊക്കെ കയറി. ടയറിൻ്റെ അവസ്ഥ ഓഫ് റോഡ് കയറിയതിന് ശേഷം 2 ഓഫ് റോഡ് കയറിയപ്പോഴേക്കും എന്താ ടയർ അവിടെയൊക്കെ പൊളിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ ടയർ നമ്മൾ റേസിൻ്റെ ട്രെയിൽ 6 130 സൈസാണ് വന്നത്. 17 ഇഞ്ച് ഡാസ്ലറിൻ്റെ വീല് വിത്ത് ഡിസ്ക് ബ്രേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. വീഡിയോ കാണാത്തവർ കണ്ടു, നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തെന്ന് വെച്ചാൽ കുറച്ച് നാളെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റിയിട്ട് അപ്പോൾ നമുക്കൊന്ന് എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടയറെടുത്ത് ടോപ്പ് അഴിക്കാം കേട്ടോ. ടോപ്പല്ല, അതിൻ്റെ ഓയിലിൻ്റെ നീഡിലഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ അവസ്ഥ എങ്ങനെയായിട്ട് നോക്കാം. ഓയിലൊക്കെ നല്ലതേ കരിക്കട്ട പോലെയുണ്ട്. ഇതിനു മുമ്പ് ഒഴിച്ചേർന്ന ഓയിൽ നമ്മുടെ മോട്ടുവലിൻ്റെ ഓയിലാണ്. മോട്ടുവലിൻ്റെ ആണോ ഏതൊരു ഓയിലാണല്ലോ, ഓർക്കണില്ലല്ലോ. മോട്ടുവലിൻ്റെ അത് സാധാരണ ഓയിലാണ് ഒഴിച്ചേർന്നത്, സെമി സിന്തറ്റിക് ഒന്നുമല്ല. അപ്പോൾ ഓയിൽ അത്യാവശ്യം ഉണ്ടാവും. ഓയിൽ ടോപ്പ് ഒരു പൊടിക്ക് കൂടുതലുണ്ട്. ആ കാടിയിൽ കാണുന്ന ഈ ലെവലിൽ വരെ ഓയിൽ കാണാമുള്ളൂ. അത് പൊടിക്ക് കയറിയിട്ടുണ്ട്. ടോപ്പ് അപ്പ് ചെയ്തപ്പോൾ കൂടുതലായി പോയതാണ്. ഓയിലൊക്കെ അത്യാവശ്യം കറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എൻ്റെ ഓയിൽ ഡ്രെയിനേജ് നെറ്റ് അഴിച്ചിട്ട് നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത് ഇന്ന് ഷെല്ലിൻ്റെ ഓയിലാണ് കേട്ടോ. നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്ത് ഇറക്കിയപ്പോൾ നമ്മൾ ഷെല്ലിൻ്റെ ഒരു നോർമൽ ഓയിൽ നമ്മൾ വാങ്ങിച്ചത്. ഷെൽ അഡ്വാൻസ് AX5 സീരീസ് പ്രീമിയം മിനറൽസ് മോട്ടോർ ബൈക്ക് 4 സ്റ്റോക്ക് എൻജിൻ മോട്ടോർ ബൈക്കിന് സ്പെഷ്യലി വേണ്ടി ഇറക്കണം സാധനമാണ്. ഉണ്ടോ ഇത് ഷെല്ലിൻ്റെ തന്നെ നമുക്ക് ഈ ഓയിൽ പല റേഞ്ചിൽ പല ക്വാളിറ്റിയുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ. എന്നാൽ സിന്തറ്റിക് ഓയിൽ സെമി സിന്തറ്റിക് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ റെഡ് ക്യാനിൽ വരുന്നുണ്ട്, സിന്തറ്റിക് ബ്ലെൻഡ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. 1.5 ലിറ്ററാണ് വാങ്ങിച്ചാണ്. ഇടയ്ക്ക് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1.2 ലിറ്ററിൻ്റെ ക്യാനാണ് വാങ്ങിച്ചത്. ഇതിന് തന്നെ റേറ്റ് 541 രൂപയാണ്, 1,200. 1 ലിറ്ററിന് വരുന്നത് 450 രൂപ. ഇപ്പോൾ ഷെല്ലിൻ്റെ ഓയിൽ നല്ല ഓയിലാണ്. ഷെല്ലിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, നല്ല അടിപൊളി ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇതിനകത്ത് മിനറൽസ് അത്യാവശ്യം നല്ല രീതിയിൽ മിനറൽസൊക്കെ ഉണ്ടെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇത് ഓവർ ഹീറ്റിംഗ് ഉള്ള വണ്ടിക്കൊക്കെ ഇത് ഒഴിക്കാം കേട്ടോ. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് പ്രശ്നമൊക്കെ ഒരു പരിധി വരെ മാറി കിട്ടും. 2023 ഷെല്ലിൻ്റെ നോർമൽ ഓരോ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ 340 രൂപ ഉണ്ടായുള്ളൂ. ഇപ്പോൾ നോർമൽ ഷെല്ലിൻ്റെ ഓയിലിന് വരുന്നത് 2040 വരുന്നത് 380 400 അടുത്തായി. ഇത് വരുന്നത് 4 ലിറ്ററിന് 450, 1,200 530 വന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഒഴിച്ച് നോക്കാം. എല്ലാ കാലാവസ്ഥയിലും, ചൂട് കാലാവസ്ഥയിലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് ഈ ഗ്രേഡാണ് കേട്ടോ. അപ്പോൾ ഈ എൻജിൻ ഓയിൽ 2050 തന്നെ വേണമെന്നില്ല, 2040 അല്ലെങ്കിൽ 1550 ആയാലും മതി. അപ്പോൾ നമുക്ക് നോർമൽ വണ്ടിയിൽ അതൊക്കെയാണ് ഒഴിക്കണത്. അപ്പോൾ 2050 തന്നെ വേണമെന്നില്ല, 2040 കിട്ടുകയാണെങ്കിലും അതായാലും മതി. ഈ ഓയിലിൻ്റെ ഗ്രേഡ് നമ്പർ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കട്ടി കൂടുകയാണ്. ഇപ്പോൾ 10-13 കട്ടി കൂടുതലാണ് 2040 തന്നെ ഓയിൽ. അതാണ് ഇതിൻ്റെ നമ്പറിൻ്റെ വ്യത്യാസം. അതാണ് ഇതിൻ്റെ ഗ്രേഡ് വരുന്നത്. ഓഫ് റോഡൊക്കെ പോയിട്ട് മറിഞ്ഞിട്ടൊക്കെ ഒന്നും പറ്റുള്ളൂ എന്ന് എല്ലാവരും ചോദിക്കാൻ കേട്ടോ. ലാസ്റ്റ് ഒരു ഓഫ് റോഡ് പോയി ചെറുതായിട്ട് ഇവിടുന്ന് പൊട്ടിയായിരുന്നു. അത് മറിഞ്ഞു വീണാണ്, കല്ലുമ്പോൾ പേടിച്ചാണ്. ചെറിയൊരു പൊട്ടൽ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ. പിന്നെ കിറ്റൊക്കെ നല്ല രീതിയിൽ ഫിറ്റിംഗ് മൗണ്ടിങ് ഒക്കെ ചെയ്തതുകൊണ്ട് നമുക്കൊന്നും കുഴപ്പമില്ല. നല്ല രീതിയിലുള്ള ഫിറ്റിങ്സ് കാര്യങ്ങൾ ചെയ്തത്. ലോക്കൊന്നും പൊട്ടാത്ത രീതിയിലാണ് വെച്ചേക്കണത്. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിങ് പോയിട്ടുണ്ട്, നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഫിറ്റ് ചെയ്യണം. അതെന്തായാലും ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എന്തായാലും ബെയറിങ് പോകും, അലോയ് വീലല്ലേ. പിന്നെ സസ്പെൻഷൻ നോർമൽ സസ്പെൻഷനാണല്ലോ. പിന്നെ പൾസർ 220 കാർബറേറ്റർ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഓഫ് റോഡൊക്കെ കയറുന്നത്. മൈലേജൊക്കെ ഉണ്ട്, 10-43 മൈലേജ്. ടൂണിലിട്ട് കഴിഞ്ഞാൽ 45 കിട്ടും. പക്ഷേ സ്റ്റോക്കാണ് പെർഫോമൻസ് കൂടുതൽ, പവറും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കരിസ്മയുടെ കാർബറേറ്റർ തന്നെയാണ് നല്ലത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ. പിന്നെ ബെയറിങ് പോയതുകൊണ്ട് ഒരു വണ്ടിയുടെ സൈഡിലെ ടയർ കുറച്ച് തേയ്മാനം വന്നിട്ടുണ്ട്. ഈ സൈഡ് കണ്ട് ഇവിടെ കുറച്ച് തേയ്മാനമുണ്ട്, ബെയറിങ്ങിൻ്റെ ആണെന്ന് വിചാരിക്കുന്നത്. പിന്നെ കോഡ് സെറ്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു അടി വന്നു തുടങ്ങിയിട്ടുണ്ട്, മാറ്റാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കോൺസെപ്റ്റ്.
അപ്പോൾ ഇനി നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാനുള്ള പരിപാടി നോക്കാം. ഇവിടെ 17 സൈസ് ബോക്സ് എടുത്തേക്കണത്. ഇതാണ് ഇതിൻ്റെ ഡ്രെയിനായിട്ട് തന്നെ. ഇതാണ് കേട്ടോ, നോക്കി അഴിക്കണം. ഒരുപാട് ടൈറ്റൊക്കെ ചെയ്ത് പൊട്ടി പോകുന്ന സാധനം. അപ്പോൾ നമുക്ക് പതിയെ അഴിക്കാം. അടിയിൽ ചെറിയൊരു ബിന്ന് വെച്ചെടുക്കണം കേട്ടോ. നല്ല കരിക്കട്ട പോലെയുണ്ട്, കറുത്ത് നല്ല ചോക്ലേറ്റ് പോലെ ഇരിക്കണം. അത് എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് കുറച്ച് ആയിട്ടുണ്ട്. ഒരു സ്പ്രിങ്ങും ഒരു ഫിൽറ്ററും വരുന്നുണ്ട് കേട്ടോ. ഓയിലുകൾ കുറവൊന്നുമില്ല, അത്യാവശ്യം ഓയിലുണ്ട് ഇപ്പോഴും. നമുക്ക് നിറഞ്ഞിട്ടത് മാറ്റാം. എന്തായാലും ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഇരിക്കുന്നുണ്ട്, അവിടുത്തെ എടുക്കണത്. അപ്പോൾ ഓയിൽ അത്യാവശ്യം ഉണ്ടായിട്ടോ, ഞാൻ കുറച്ചുകൊണ്ട് കാട്ടി കളഞ്ഞാണ്. അപ്പോൾ ഓയിൽ കുറയണമെന്നില്ല, അത് ഓയിലേ പൊടിക്ക് കൂടുതലുണ്ടായിരുന്നു, ടോപ്പ് ചെയ്ത് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് ഓയിൽ മാറ്റാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഒരു തലേ ദിവസം വണ്ടി കൊണ്ടിട്ട് പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓയിൽ മാറണേ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ ഓയിലൊക്കെ ഹെഡിൽ കയറിയിട്ട് പിന്നെ ഊർന്നിറങ്ങാൻ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഓയിലെല്ലാം എഞ്ചിൻ്റെ അടിഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഊറ്റിയെടുക്കാൻ സുഖമായിട്ട് പറ്റിയിട്ടോ. മൊത്തത്തിലെല്ലാം പോകുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഒന്ന് സെൻറ്റർ സ്റ്റാൻഡ് അങ്ങോട്ട് ചരിച്ച് കഴിഞ്ഞാൽ പരമാവധി എല്ലാം പോകുന്നുള്ളൂ. വേണമെങ്കിൽ ഇക്കട്ട് 2 അടി അടിച്ചാൽ മതി. ഇങ്ങനെ ഓയിലെല്ലാം തീർന്നുണ്ട്. ഇതിൻ്റെ വേറെ കാര്യം പറയാൻ, ഇതിൻ്റെ ഈ വോൾട്ടേജിൻ്റെ 8 കണ്ട, ഇത് മാത്രം ഈ വണ്ടിയുടെ ഭയങ്കര ശോകമാണ്. ഇത് ഒട്ടും ഇതൊരു അലൂമിനിയത്തിൻ്റെ ഒരു അലോയാണ്. അപ്പോൾ ഇത് സാധാരണ വണ്ടിയുടെ അടിയിലൊരു മെറ്റലിൻ്റെ നെട്ടായിരിക്കും. ഇത് ഈ സംബന്ധിച്ച് നമ്മൾ ഓവർ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ടോർക്ക് കൂടി ടൈറ്റ് ചെയ്താലേ ഈ സാധനം അടന്നു വരും. അപ്പോൾ എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയതാണ്. ഇത് നമ്മൾ ഓവർ ടൈറ്റ് ചെയ്തിട്ട് ഇതിനെ അടിക്കാൻ നോക്കിയിട്ട് പൊടിഞ്ഞുപോയി. അങ്ങനെ മൊത്തം ഓയിലൊക്കെ പോയി അന്ന്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ട്രെയിനിട്ട് ഒരു 2 വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കാം കേട്ടോ, നന്നായിരിക്കും. ഈ സാധനം തന്നെയാണ് തോന്നുന്നു, മറ്റേ വാൽവിൻ്റെ അവിടെ ഹെഡിൻ്റെ അവിടെ മറ്റേ വാൽവ് ക്ലിയറൻസിൻ്റെ സൈഡ് കഴിക്കുന്നതിന് ഈ സാധനം തന്നെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് തന്നെയാണെന്ന് തോന്നുന്നു, മുകളിൽ തന്നെ 2 പീസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് മാത്രമേ അതിൻ്റെ ഒരു കുഴപ്പമാണ്. ഈ നെട്ടായിരുന്നെങ്കിൽ പുതിയ വണ്ടിയുടെ ഒക്കെ അടിയിൽ നെട്ടാണ്. നെറ്റ് ടൈപ്പ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിനെങ്ങനെ വേണ്ട, സൈഡിലോട്ടാണ്, അടിയിലോട്ട് നേരെ ഡൗണിലോട്ടാണ് ഇതിൻ്റെ ഹോളങ്ങി എല്ലാ ഓയിലും പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫുൾ എഞ്ചിൻ ഓയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു ഫിൽറ്റർ തന്നെയാണത്. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. അങ്ങനെ ഫിൽറ്ററും സ്പ്രിങ്ങും വെച്ചു. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം ഡ്രെയിൻ നെട്ട്. അപ്പോൾ ആ ഡ്രെയിൻ നെട്ടൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഓവർ ടൈറ്റ് ആവരുത്. ഓവർ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഇനി നമുക്ക് അപ്പുറം ഓയിൽ ക്യാനൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കുനിയിൽ വെച്ചിട്ട്, ഇതിപ്പോൾ സാധാരണ കുയിലാണ്, നമ്മൾ മണ്ണെണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്ന കുയിലാണ്. നമുക്ക് ഈ എഞ്ചിൻ ഓയിൽ ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു കുനിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ വെക്കുന്നതിൽ പണിയണം. അപ്പോൾ നമുക്ക് പതിയെ ഒഴിക്കാം. ഇതിപ്പോൾ 1200 ml ഉണ്ട്. നമുക്ക് 1 ലിറ്റർ ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് എടുത്ത് വയ്ക്കാം. മാക്സിമം ഇതിനകത്ത് ഓയിൽ എനിക്ക് തോന്നുന്നത് 1100 ഒഴിക്കാം എന്നാണ് തോന്നണം. അപ്പോൾ നമുക്ക് പതിയെ എഞ്ചിൻ ഓയിൽ ഒഴിക്കാം, എന്നിട്ട് എടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു. അവസാനം ഒരു 100 മില്ലിനകത്ത് ബാക്കിയുണ്ട് കേട്ടോ. 1/200 ഒഴിച്ചത്. നമുക്കിൻ്റെ ലെവൽ നോക്കാം. അപ്പോൾ അതെ ഉണ്ടാവും, ഓയിൽ നിൽക്കണുണ്ടോ. അപ്പോൾ അതിൻ്റെ മാർക്കിങ് വരെ ഓയിലുണ്ട്.
അപ്പോൾ ഓക്കെ, ഇതൊരു ഗോൾഡൻ വെളിച്ചെണ്ണയുടെ കളറാണ് കേട്ടോ ഈ ഓയിലിന്. എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ബാക്കി 150 മില്ലിനകത്തുണ്ട്. ആദ്യം ഒരു 150 മില്ലി എടുത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി. സെഡന്മാരൊക്കെ ആണെങ്കിൽ 1100 വെച്ചോട്ടോ. റേഡിയേറ്റർ ഉള്ളതുകൊണ്ട് ഒരു 100 മില്ലി 150 മില്ലി റേഡിയേറ്ററിൽ കിടക്കും. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 53,000 കിലോമീറ്റർ അതിനകത്ത് കാണിച്ചത്. പക്ഷെ അത് കറക്റ്റല്ല, മീറ്റർ സെക്കൻഡ് ഹാൻഡ് മീറ്ററാണ്. എന്തായാലും ഒരു 1.30 കോടി ഉണ്ടാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വേറെ നോയ്സും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി അത്യാവശ്യം, നമ്മുടെ വണ്ടി സൈലൻ്റ് ആണ്. ഹീറ്റിങ് കാര്യം എങ്ങനെയാണ് നമുക്ക് അടുത്ത റൈഡ് പോകുമ്പോൾ അറിയാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഓയിലുണ്ടോ ഷെല്ലിൻ്റെ. അപ്പോൾ എല്ലാവരും ഷെല്ലിൻ്റെ ഓയിൽ മേടിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് നമുക്ക് മറ്റേ എന്താ പറയുക, ബ്രാൻഡ് കണ്ടൻറ്റ് അതുപോലെ പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ഓയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത റൈഡ് പോയിട്ട് ഓഫ് റോഡൊക്കെ ആയിട്ട് എൻജിൻ ഹീറ്റിങ് കാര്യം എങ്ങനെയുണ്ട് നോക്കാം, റൈഡ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും വരാം. ഇനി നമുക്ക് കുറച്ച് ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റാൻ സമയമായി തോന്നണം. ഇപ്പോൾ ടയർ നമ്മൾ 17 ഇഞ്ച് സൈസ് ആക്കിയില്ലേ, അപ്പോൾ കുറച്ച് ചെറുതായി. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഹൈവേയിൽ ഓടിക്കുമ്പോൾ 5ാമത്തെ ഗിയർ കഴിഞ്ഞിട്ട് 6ാമത്തെ ഗിയർ ഉണ്ടോ നമ്മൾ തപ്പി നോക്കണം. അപ്പോൾ നമുക്കൊന്ന് ഗിയർ റേഷ്യോയിൽ ഒന്ന് മാറ്റണം. അപ്പോൾ ഗിയർ മിട്ട് പണിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റിലിട്ട് മാറ്റം ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ചെയിൻ സ്പോക്കറ്റിൻ്റെ വീല് ഇത് 13 സൈസാണ്. അപ്പോൾ പൾസറിൻ്റെ ഇടാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കണം. പൾസറിൻ്റെ ഇതിൻ്റെ ഷാഫ്റ്റിൽ കയറുമോ നോക്കട്ടെ. പൾസറിൻ്റെ കുറച്ചുകൂടി വലിയ സ്പ്രോക്കറ്റാണ്. അപ്പോൾ ആ പഴയ റേഞ്ചിലോട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് നോക്കാം അത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത റൈഡ് പോയിട്ട് ഈ ഓയിലിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ അതുവരെ ബൈ ബൈ.